ഹായ് ഫ്രണ്ട്സ്, MRD ഫിഷിംഗ് ഫുഡ് ആൻഡ് ട്രാവൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്. ബീഫിൻ്റെ മുഴനെഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. മുഴനെഞ്ച് ഇന്ന് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബീഫ് വൃത്തിയായി കഴുകി അടുപ്പത്ത് വെച്ച് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കുക. ആദ്യമായിട്ട് ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. കുറച്ചും കാശ്മീരി ചില്ലി പൗഡറാണ്, അതും കൂടി ഇട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, ചുവന്നുള്ളി കുറച്ച് നമുക്കൊന്ന് പൊളിച്ചെടുക്കണം. വെളുത്തുള്ളിയാണ്, ഇത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക്. ആദ്യമായിട്ട് നമുക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക മുതലായ തൈക്കോലം അങ്ങനത്തെ ഇട്ടായിട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതിനകത്തേക്ക് വഴറ്റാൻ ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം കുറച്ച് ഉപ്പോട് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ശരിക്കിളക്കി എടുക്കണം. നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി അത് കഴിഞ്ഞ് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്ക് വഴറ്റി കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ വേണം, അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്കല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരി ഇളക്കിയ ശേഷം മഞ്ഞൾപ്പൊടി അല്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളകാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. ആവശ്യത്തിന് കുരുമുളക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീഫ് വേവിച്ച് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും വെള്ളം മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് തിളപ്പിച്ച് ശേഷം ശരിക്കും തിളക്കണം. തിളച്ച ശേഷം നമുക്ക് വേവിച്ച് വെച്ച ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മുഴനെഞ്ച് ശരിക്കും എല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. മൂടി വെച്ച ശേഷം നമുക്ക് കുറച്ച് നേരം അതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ബിരിയാണി മുളക് പൊടി ക്രഷ് ചെയ്തെടുത്താണ്. അത് നമുക്കൊരു ഗാർണിഷ് പോണൊക്കെ ഒരു സ്റ്റൈലിന് വേണ്ടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നിങ്ങൾ അല്പം ചേർത്തുന്നുള്ളത്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വേറെ കുറേ സംഗതികളെല്ലാം സെറ്റപ്പായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് അല്പം മല്ലിയിലയും കൂടെ നമുക്ക് തൂളിയ ശേഷം നമുക്ക് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാം. നമുക്ക് വേറൊരു ബൗളിലേക്ക് അത് മാറ്റിയ ശേഷം നമുക്ക് സെർവ് ചെയ്യാം. സംഭവം നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി കറിയായിട്ടുണ്ട്. നിങ്ങളുണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി നിങ്ങൾ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.